എല്ലാവർക്കും മലയാളി കപ്പിൾസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചോറ് കൊണ്ടുണ്ടാക്കുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു വടയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിന് റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻസിൽ വന്നിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നോക്കാം. ആദ്യം തന്നെ ഞാൻ കുറച്ച് ചോറെടുത്ത് നല്ലപോലെ മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര ചോറാണോ ആവശ്യം അതിനുള്ള ചോറെടുത്തിട്ട് അധികം വെള്ളം ചേർക്കേണ്ട, ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് ഈ ഒരു പരുവത്തിന് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചരി, ഒരു 4-5 ടേബിൾ സ്പൂൺ പച്ചരി മതിയാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് റവ യൂസ് ചെയ്യാം. അതിട്ടതിന് ശേഷം നമുക്ക് ഇനി ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ളത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില വേണമെങ്കിൽ ചേർക്കാം, പിന്നെ ഇഞ്ചിയും പച്ചമുളകും ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതും ചെറുതായിട്ട് അരിഞ്ഞതുമായിട്ടുള്ളതും, പാകത്തിന് ഉപ്പും ചേർക്കണം. ഇത്രയും ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. ഒരു കാരണവശാലും വെള്ളം തൊടാൻ പാടില്ല, അല്ലാതെ തന്നെ ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഇതിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഒരു കുഴയ്ക്കാനുള്ളൊരു പരുവത്തിന്, വടയുടെ പരുവത്തിനായി വന്നിട്ടുണ്ട്. വെള്ളം ചേർക്കരുത്. ഇതിന് ശേഷം നമുക്കിനിയും എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ ഒരു അല്പം വെള്ളമയം തൂത്തതിന് ശേഷം വടയൊന്ന് ഉരുട്ടി പരത്തി നടുക്കൊരു ഹോൾ ഇട്ടിട്ട് ഇതുപോലെ എടുത്ത് നമുക്ക് എണ്ണയിലോട്ട് ഇടാവുന്നതാണ്. ആദ്യം ഇടുന്ന സെറ്റ് ഒന്ന് മൂത്ത് വരാൻ കുറച്ച് സമയം എടുക്കും. പിന്നെ വരുന്നതിനെല്ലാം പെട്ടെന്ന് തന്നെ അത് റെഡിയാക്കി കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി വട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നവരെ ബായ്.